സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about spectrum, then emission spectrum, absorption spectrum, continuous spectrum. All these concepts we have explained in detail in our previous videos, and I have given the notes of that topic in the description box. Just go through that video and just note down that notes also which I have given in the description box. So today we are going to start a very interesting topic, that is ഹൈഡ്രജൻ സ്പെക്ട്രം. എന്താണ് ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രജൻ സ്പെക്ട്രമാണ്. ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിലെ വീഡിയോ കാണണം കേട്ടോ, എന്നാൽ മാത്രമേ ഇത് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നോട്ട്സും ഉണ്ട്. നോട്ട്സ് വേണ്ടവർക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് ഹൈഡ്രജൻ സ്പെക്ട്രം? വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ബിക്കോസ് ഫ്രം ദിസ് ഏരിയ യൂഷ്വലി 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് ഒക്കെ ക്വസ്റ്റ്യൻ വരാം, ന്യൂമറിക്കൽ പ്രോബ്ലം വരാം, 1 വേർഡ് വരാം, 2 മാർക്കിനൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ആറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെക്ട്രത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. എന്ത് സ്പെക്ട്രമാണ്? ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ആദ്യം ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്? നമ്മൾ അബ്സോർപ്ഷനിലും എമിഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എമിഷൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഡിസ്ചാർജ് ട്യൂബ് എടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്. എന്താ ഉള്ളത്? ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ എപ്പോഴും എന്ത് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക? മോളിക്യുലർ സ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ കുറേ ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? കുറേ ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ട്. ഞാൻ അതിനൊരു ഹൈ എനർജി കൊടുക്കുകയാണ്. ജസ്റ്റ് ത്രൂ ഇലക്ട്രിക് ആർക്ക് വെച്ചിട്ട് ഞാൻ അതിനൊരു ഹൈ എനർജി കൊടുക്കുകയാണ്. എനർജി കൊടുക്കുമ്പോൾ അവിടെ റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? എനർജി കൊടുക്കുമ്പം അവിടെ എന്ത് ചെയ്യും? റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് ഈ റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിവേ ഐ എം ജസ്റ്റ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ഇൻ ദിസ് ഏരിയ ഓൾസോ, ബിക്കോസ് ഇത് അത്രയും മനസ്സിലാവേണ്ട കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഹൈ എനർജി ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുന്ന സമയത്ത് ഹൈഡ്രജൻ മോളിക്യൂൾ അല്ലേ, ഹൈഡ്രജൻ മോളിക്യൂൾ എന്താവും? ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ആറ്റമം എന്തായി മാറും? ഹൈഡ്രജൻ ആറ്റമായിട്ട് ഈ ഹൈഡ്രജൻ മോളിക്യൂൾസ് മാറും. അപ്പം നമുക്കറിയാം ഓരോ കുറേ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും അല്ലേ? കുറേ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകും ഒരു ഹൈഡ്രജൻ ഗ്യാസിൽ. അപ്പോൾ ഇവർക്കൊക്കെയാണ് ഈ എനർജി കിട്ടുന്നത്. ഈ എനർജി കിട്ടുമ്പം ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ആറ്റത്തിൽ നിങ്ങൾക്കറിയാം ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്താ? 1. അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇസ് 1. എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. നമുക്കറിയാം ഇലക്ട്രോൺസ് വിൽ ബി റിവോൾവിങ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് പാത്ത് ഇറ്റ് നോൺ ആസ് ഓർബിറ്റ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ഷെൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും എനർജി ലെവൽ. ഇതും പറയുമല്ലോ അല്ലേ? നമ്മൾ എന്ത് പറയും? Electrons are revolving round the nucleus in a definite orbit or shell or energy level അല്ലേ? അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോയാൽ മതി. ഒരിക്കലും ചിന്തിക്കരുത് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഒരു വഴി കൂടെ പോവുകയാണ്, അതായത് ഓർബിറ്റ്. അവിടെ അങ്ങനെ ഒരു വഴിയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സർക്കിളായിട്ടുള്ള ഒരു ഏരിയ, ഒരു വഴിയുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇതേപോലത്തെ ഒരു പാത്ത്, അങ്ങനെയല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഒരു ഓർബിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എനർജി ലെവലാണ്. ഒരു എനർജി ലെവലാണ് കേട്ടോ, ഒരു എനർജിയാണ്, ലെവലാണ്. അതല്ലാതെ അവിടെ ഒരു വഴിയോ റോഡൊന്നും ഇല്ല അവർക്ക് ചുറ്റിക്കറങ്ങി. ജസ്റ്റ് ആൻ എനർജി ലെവൽ, ഒരു ഏരിയയാണ്. അതിനെ നമ്മൾ കുറേ എനർജി ലെവലായിട്ട് പറയുകയാണ് അല്ലേ? ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്, ഫോർത്ത് ഷെല്ല്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലാണ്. ഓർബിറ്റ് എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ നിൽക്കുകയാണ്, അതിങ്ങനെ ഒരു വഴി കൂടെ നമ്മുടെ ഈ റോഡൊക്കെ ഉണ്ടാക്കണ പോലെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ എനർജി, ഒരു എനർജി ലെവലാണ് അതിന് ചുറ്റുമുള്ള. ആ ഒരു എനർജീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, അല്ലെങ്കിൽ SP, അങ്ങനെ പല പേരുകളിലും പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കട്ടെ. അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം കുറേ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ എന്തുണ്ടാവും? ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട് ഗ്രൗണ്ട് ലെവലിൽ അല്ലേ? അതായത് അതിൻ്റെ എനർജി ലെവലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അതുവരെ മനസ്സിലായിട്ടുണ്ടല്ലോ?
അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ ലാർജ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓരോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ഇതൊരു ഹൈഡ്രജൻ ആറ്റമാണ് കേട്ടോ. ഇതൊരു ഹൈഡ്രജൻ ആറ്റമാണ്. നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടാവും ഒരു പ്രോട്ടോൺ അല്ലേ, ഒരു പ്രോട്ടോണുള്ള ന്യൂക്ലിയസ് ആണ്. ആൻഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്, ഒരു ഇലക്ട്രോണും ഉണ്ടാവും. ഇതെല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ്റെ. അപ്പം ഞാൻ എന്താ ചെയ്തു, ഇലക്ട്രിക് കൊടുത്തിട്ട് ഇതിന് എനർജി കൊടുത്തു. എനർജി കൊടുത്തപ്പോൾ എന്ത് പറ്റി, ഈ ഒരു ഇലക്ട്രോണിനാണല്ലോ ഈ എനർജി കിട്ടുന്നത്. എനർജി കിട്ടി അപ്പം തന്നെ എന്ത് ചെയ്യും, ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ടു ദ ഹയർ സ്റ്റേറ്റ്, വേറെ എനർജി ലെവലിലേക്ക് അതിന് ജമ്പ് ചെയ്യും. കാരണം ഇതിനിപ്പോൾ കിട്ടിയ ഈ എനർജി ലെവലിനെക്കാട്ടും കൂടുതൽ എനർജി അതിന് കിട്ടി. ആര് കൊടുത്തു, ഇലക്ട്രിക് ഡിസ്ചാർജ്. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിന് ജമ്പ് ചെയ്യണം ഈ എനർജി ലെവലിൽ. അതായത് ഇതിൻ്റെ ഷെല്ലാണ്, ഇതൊരു ഷെല്ലാണ്, ഇതൊരു ഷെല്ലാണ്, ഇതൊരു ഷെല്ലാണ്, ഇതൊരു ഷെല്ലാണ്. അപ്പോൾ കുറേ ഷെൽസ് ഉണ്ട്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെൽസ് വിൽ ബി ദെയർ. ഓക്കെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെൽസ് വിൽ ബി ദെയർ. അപ്പം ഇതിന് ഈ എനർജി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ എനർജിക്ക് ബേസിസിൽ അതിന് ജമ്പ് ചെയ്യാൻ തോന്നും. അപ്പോൾ അത് ചിലപ്പം ഈ 5ലേക്ക് ജമ്പ് ചെയ്യാം, അതിൻ്റെ എനർജി, ഇത് കിട്ടുന്ന എനർജിന്. ചിലപ്പം ചില ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എനർജി ലെവൽ 4ലേക്ക് ജമ്പ് ചെയ്യാം. ചിലപ്പം ചിലത് E3ലേക്ക്, E2ലേക്ക്, എന്തായാലും E1ലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് തൊട്ട് ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്യും. ദാറ്റ് ഈസ് വെൻ വി ആർ ഗിവിംഗ് ഇലക്ട്രിക് ഡിസ്ചാർജ്, ദ ഇലക്ട്രോൺസ് ആർ ഗെറ്റിംഗ് എനർജി ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് എക്സൈറ്റഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനും. സോ ഇറ്റ് വിൽ ബി എക്സൈറ്റഡ് ടു ഹയർ എനർജി ലെവൽ. ഇത് എക്സൈറ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴും അതിന് എക്സൈറ്റ് ചെയ്ത് എനർജിയിൽ ഹയർ ലെവലിൽ എത്തിയാലും അതിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു കം ബാക്ക്. അതിൻ്റെ തന്നെ ലോവർ ലെവൽ, അത് എവിടെയാണോ ഇരുന്നത് അല്ലെങ്കിൽ അതിനേക്കാളും ലോവർ ലെവലിലേക്ക് ജമ്പ് ചെയ്യാൻ അതിന് ഭയങ്കര ടെൻഡൻസി ആയിരിക്കും. അതിനൊരിക്കലും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിളായിട്ട് ടീച്ചർ നമ്മളെ വഴക്ക് പറഞ്ഞു, ടീച്ചർ ബാക്ക് ബെഞ്ച് കൊണ്ടിരുത്തി. നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നന്നായി സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ടിരുത്തി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ടീച്ചറെ പീരീഡ് ഒന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. വി ഹാവ് ടു മൂവ് ടു അവർ ഒറിജിനൽ പ്ലേസ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ടീച്ചർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുക, എന്നാൽ പിന്നെ എൻ്റെ ബെഞ്ച് പോണ്ട, തൊട്ട മുന്നിൽ വേറൊരു ഫ്രണ്ടിന് അവളെടുത്തിരിക്കും. അങ്ങനെ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അതായത് നമ്മളെ കയറ്റി വിട്ടത് ടീച്ചറാണ് വേറെ പ്ലേസിലേക്ക്. സോ വി ഹാവ് എ ടെൻഡൻസി ടു കം ബാക്ക് ടു അവർ ഒറിജിനൽ പൊസിഷൻ. അല്ലെങ്കിൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് മാറിയിട്ട് ഇപ്പുറത്ത് ഇരുന്നോട്ടേ എന്ന് വിചാരിക്കും. ഇതേപോലെയാണ് ഇലക്ട്രോൺ. ഇറ്റ് ഗോട്ട് ഇറ്റ്സ് എനർജി ബൈ ഇലക്ട്രിക് ഡിസ്ചാർജ് ആൻഡ് ഇറ്റ് ജമ്പ് ഇൻ ടു എ ഹയർ ലെവൽ. ഹയർ ലെവലിലേക്ക് ജമ്പ്. അത് ഏത് ലെവലിലേക്കാവാം, E5ലേക്കാവും, ചിലപ്പോൾ E4ലേക്കാവും, E3ലേക്കാവും, E2. ഇതൊക്കെ ഓരോ എനർജി ലെവലാണ്. അപ്പോൾ അതിന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ തോന്നും, അയ്യോ ഇതെനിക്ക് സ്യൂട്ടബിൾ അല്ല, ഐ ഹാവ് ടു കം ബാക്ക്. ചിലപ്പം E5 എത്തിയ ആൾ, E5ലാണ് ഇപ്പം നമ്മുടെ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന് ചിലപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒറ്റയടിക്ക് ജമ്പ് ചെയ്യാൻ തോന്നും. ചിലപ്പോൾ അത് വിചാരിക്കും വേണ്ട, ഞാൻ ഈ E5 ചിലപ്പോൾ ഒരു E4ലേക്ക് പോയാലോ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് വിചാരിക്കും വേണ്ട, E5 ഞാൻ ഇത് വിചാരിക്കുകയല്ല, ഡിപ്പെൻസ് അപ്പോൺ ദി എനർജി. ചിലപ്പോൾ അത് E3ലേക്ക്, ചിലപ്പം അത് E2ലേക്കും ജമ്പ് ചെയ്യാം. അപ്പോൾ ഇതെന്ത് ചെയ്യും, കൊടുക്കുന്ന എനർജി വെച്ചിട്ട് അത് എക്സൈറ്റ് ചെയ്തു, നമ്മൾ എനർജി കൊടുത്തു, ആൻഡ് ഇറ്റ് വിൽ ജമ്പ് ഓർ ഇറ്റ് വിൽ കം ബാക്ക് ടു ദ ലോവർ എനർജി ലെവൽ ബൈ എമിറ്റിംഗ് സർട്ടൻ റേഡിയേഷൻ. എന്ത് ചെയ്തിട്ടാണ് അത് വരുന്നത്, ഇത് ഈ ലോവർ ലെവലിലേക്ക് വരുമ്പം ഇറ്റ് ഈസ് എമിറ്റിംഗ് സർട്ടൻ റേഡിയേഷൻ പുറത്തേക്ക് വിട്ടു അല്ലേ. പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും, നമുക്ക് സ്പെക്ട്രമായിട്ട്. നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പി വെച്ച് അനലൈസ് ചെയ്താൽ വി ക്യാൻ സി സ്പെക്ട്രം. എപ്പോൾ നമ്മളൊരു ഹൈഡ്രജൻ ഗ്യാസിലേക്ക് ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യണ സമയത്ത്, എന്നിട്ട് ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്ത് കമ്മിങ് റേഡിയേഷനെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി വെച്ച് അനലൈസ് ചെയ്താൽ വി ക്യാൻ സീ എ സ്പെക്ട്രം. ദാറ്റ് സ്പെക്ട്രം ഇസ് നോൺ ആസ് ഹൈഡ്രജൻ സ്പെക്ട്രം. എങ്ങനെയാണ് ആ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. വെൻ വി ആർ ഗിവിങ് ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ് ഓർ ഇലക്ട്രിക് ഡിസ്ചാർജ്, the electrons in the hydrogen atom gets the energy and it will get excited to higher energy level. From the higher energy level, it comes back to its lower energy level by emitting certain radiation, and that is why we are getting a spectrum of hydrogen. ഇനി ഹൈഡ്രജൻ്റെ സ്പെക്ട്രം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാൻ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. കുറേ എനർജി ലെവൽസിലുണ്ടാവും. ചിലപ്പം ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതായത് ഏറ്റവും ലോവർ ലെവലിൽ നിന്ന് ചിലപ്പോൾ അത് ഹയർ ആയിട്ടുള്ള 5ലേക്കോ 6ലേക്കോ ജമ്പ് ചെയ്യാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് പറയൂ എനിക്ക് ഇവിടെ ഇരിക്കേണ്ട, എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ ഓൾഡ് പൊസിഷനിൽ വേണം, അല്ലെങ്കിൽ എനിക്ക് സെക്കൻഡ് പൊസിഷനിൽ. അപ്പോൾ അത് ജമ്പ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് അത് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് അവിടെ കുറേ ടൈപ്പ് ഓഫ്
ഇങ്ങനത്തെ എന്താണ് നമ്മുടെ സ്പെക്ട്രത്തിൽ കുറേ ബാൻഡ്സ് കണ്ടു. അപ്പോൾ ആ ബാൻഡ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പം അവിടെ നമുക്ക് പറയാനുള്ള ഒരു സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ സീരീസ് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ലൈൻസ് കാണാം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ടെക്സ്റ്റിലും കാണാം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ട് വണ്ടറടിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ ജമ്പ് ചെയ്തു ഹയർ എനർജി ലെവലിലേക്ക്. ജമ്പ് ചെയ്ത സമയത്ത് അത് ചിലപ്പോൾ 5th-ലോ 6th-ലോ 7th-ലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി എനർജി ലെവലായിരിക്കും. അവിടെ നിന്ന് തിരിച്ച് അത് എന്ത് ചെയ്യും, ചിലപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും, ചിലപ്പോൾ 2nd ലെവലിലേക്ക്, 3rd ലെവലിലേക്ക്. അങ്ങനെ ഇവർ ഈ തിരിച്ച് എക്സൈറ്റ് തിരിച്ചു വരുമ്പോൾ ദേ വിൽ ബി എമിറ്റിംഗ് സർട്ടൺ റേഡിയേഷൻ. ഈ റേഡിയേഷൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇത് നമുക്ക് ലൈനായിട്ട് സ്പെക്ട്രത്തിൽ കാണാം. ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഈ ലൈൻസിനെ കുറിച്ച്, ഈ സ്പെക്ട്രത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പം അവിടെ കുറേ സീരീസ് ഓഫ് ലൈൻസിനെ കാണി. ഈ സ്പെക്ട്രത്തിൽ കുറേ സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു സീരീസ് ഓഫ് ലൈൻസ് വന്നതെന്ന് പറഞ്ഞപ്പം കുറേ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. എന്താണെന്ന് നോക്കാം. അതായത് ഇതിപ്പോൾ ഞാൻ നേരത്തെ ഷെല്ലാക്കി റൗണ്ട് ഷേപ്പിൽ വരച്ച്, ഇതിപ്പോൾ ഞാനിങ്ങനെ നേരെ എനർജി ലെവൽ ഡയഗ്രാം ആയിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ E1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെൽ എനർജി ലെവൽ, 2nd എനർജി ലെവൽ, 3rd, 4th, 5th, 6th, 7th, 8th, 9th, അങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ചുറ്റും പല എനർജി ലെവൽസ് ഉണ്ടാവും. പക്ഷെ അതിലുള്ള ഇലക്ട്രോൺസിൻ്റെ ബേസിസിലാണ് ചിലപ്പോൾ അത് ഒരു ഷെല്ലിൽ അല്ലെങ്കിൽ 2 ഷെല്ലിൽ അല്ലെങ്കിൽ 3 ഷെല്ലിൽ ഒതുങ്ങി പോകുന്നത്. കുറേ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് കുറേ ഷെല്ലിൽ ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിൽ അതിന് ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ബി ദെയർ ഇൻ ദ ഫസ്റ്റ് ഷെൽ അല്ലേ. അത് ഏതിലായിരിക്കും, ഫസ്റ്റ് എനർജി ലെവലായിരിക്കും. അപ്പോൾ അത് ജമ്പ് ചെയ്യും 5th-ൽ 4th-ൽ 3rd-ൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കുക, ഹയർ എനർജി ലെവലിൽ നിന്ന്, അതായത് 6th-എന്നോ 5th-എന്നോ 4th-എന്നോ 3rd-എന്നോ 2nd-ൽ നിന്നോ ഇലക്ട്രോൺസ് തിരിച്ച് ഫസ്റ്റ് ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ they will be producing a series of spectral lines. A series of spectral lines will be produced when the electron jumps from a higher orbital to the first energy level. Then that series of spectral lines are known as Lyman series. എന്താണ് നമ്മൾ പറയുക, എന്താണ് Lyman series? ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കുറേ ബാൻഡ്സ് ഉണ്ട് അല്ലേ. ആ സ്പെക്ട്രത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ മനസ്സിലായി ഹയർ ലെവൽ, അതായത് എനർജി ലെവൽ 2, 3, 4, 5, 6, 7 ഇൻഫിനിറ്റി വരെ ഉണ്ട്. അതിൽ നിന്ന് ഇലക്ട്രോൺസ് തിരിച്ച് ഫസ്റ്റ് ഷെല്ലിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ then there will be a series of spectral line, and that series of spectral line is known as Lyman series. And ഈ ഒരു റേഡിയേഷനെ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കുറേ ഉണ്ട്, UV, ഇൻഫ്രാറെഡ്, വിസിബിൾ. ഈ ഒരു സീരീസിനെ നമുക്ക്, ഈ ഒരു സ്പെക്ട്രത്തിൽ നമുക്ക് അൾട്രാ വയലറ്റ് റീജിയനിലാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വിസിബിൾ ഉണ്ട്, UV ഉണ്ട്. അപ്പം ഈ പുറത്തേക്ക് വരുന്ന റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത്ത് ആർക്ക് ഏകദേശം സിമിലർ ആണ്, നമ്മുടെ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത്തിന് സിമിലർ ആയതുകൊണ്ട് ബാൻഡ് വിൽ ബി സീൻ ഇൻ ദി UV ഏരിയ. മനസ്സിലായോ എന്താണ് ലൈമൻ സീരീസ്? എ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ്ഡ് വെൻ the electron jumps from the higher energy level to the first energy level. Higher energy level ആണ് E2 ആവാം, 3, 4, 5, 6 ഏതുമാവാം. And it will be coming back to the first energy level. Then that series is known as Lyman series, and it is seen in UV region. Important question, നീറ്റിനൊക്കെ ചോദിക്കാം. Lyman series is seen in which area of electromagnetic spectrum എന്ന് വെച്ചാൽ it will be seen in UV areas. നെക്സ്റ്റ് ഭാമർ സീരീസ്. അപ്പം അതെന്തായിരിക്കും, ഇപ്പം ഇലക്ട്രോൺസ് പല ഇതിലേക്ക് എക്സൈറ്റ് ചെയ്തു കേട്ടോ. അപ്പം അത് ചിലപ്പം 7ലായിരിക്കാം, 6ലുണ്ടാവും, 5th-ലുണ്ടാവും, 4th-ലുണ്ടാവാം, 3rd-ലുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് തിരിച്ച് n = 2, അതായത് 2nd എനർജി ലെവലിലേക്ക് തിരിച്ച് ജമ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ദേ വിൽ ബി പ്രൊഡ്യൂസിങ് സർട്ടൻ അവരൊരു റേഡിയേഷൻ ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവർ ഈ 2nd-ലേക്ക്. ആ സീരീസ് ഓഫ് ലൈൻസ് നമ്മൾ പറയുന്ന പേരാണ് ഭാമർ സീരീസ്. ദാറ്റ് ഈസ് when the electron jumps from a higher energy level to the
second energy level or the second energy level, then we call that series of spectral lines as Balmer series. എന്താ Balmer series? അതായത് n is equal to 3, 4, 5, 6 അവിടെയുള്ളതിൽ നിന്ന് n is equal to 2ലേക്ക് നമ്മുടെ ഷെൽ സെക്കൻഡ് ഷെല്ലിലേക്കാണ് ഇവർ തിരിച്ചു വരുന്നതെങ്കിൽ they will be producing a series of spectral lines and these lines are known as Balmer series. ഈ Balmer സീരീസിൽ അതായത് ഇവിടുന്നൊക്കെ വരുന്ന റേഡിയേഷൻ സെക്കൻഡ് ലെവലിലേക്കാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് വിസിബിൾ റീജിയൻ. അതുകൊണ്ട് ഇവരുടെ ഈ ബാമർ സീരീസ് വിസിബിൾ റീജിയനിലാണ് നമുക്ക് ഈ ബാമർ സീരീസ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാഷൻ സീരീസ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ദാറ്റ് ഇസ് വെൻ ദി ഇലക്ട്രോൺസ് ഫ്രം എ ഹയർ എനർജി ലെവൽ കം ബാക്ക് ടു ദി third energy state. It can be n is equal to 7 ആവാം, 6 ആവാം, 5 ആവാം, 4 ആവാം. അത് എവിടേക്കാണ് വരുന്നത്? തേർഡിലേക്കാണ് വരുന്നത്. ദെൻ ദാറ്റ് സീരീസ് ഓഫ് ലൈൻസ്. അപ്പോൾ ഈ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ സ്പെക്ട്രത്തിൽ കുറേ ലൈൻസ് ആയിട്ട് കാണാൻ പറ്റും. Then that series of lines was given the name Paschen series. ഇതിൻ്റെ സ്പെല്ലിംഗ് PASCHEN. പക്ഷേ നമ്മൾ പാസ്ക് എന്നൊന്നുമില്ല വായിക്കാം. ഇറ്റ് ഇസ് കോൾഡ് ആസ് പാഷൻ സീരീസ് ആണ്. ദെൻ കംസ് അത് എവിടെയാണ് കാണുന്നത് വെച്ചാൽ നമ്മളെ നിയർ ഇൻഫ്രാറെഡിൻ്റെ നിയർ ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഈ ഒരു പാഷൻ സീരീസ് വരുന്നത്. നെക്സ്റ്റ് കം ബ്രാക്കറ്റ് സീരീസ്. ഇറ്റ്സ് സിമ്പിൾ ഫോർ യു. വെൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം എ ഹയർ എനർജി ലെവൽ ടു ദി ഫോർത്ത് എനർജി ലെവൽ, then that is called as bracket series, and it is seen in far infrared region. And the last series of line, that is electron jumps from a higher energy level to the fifth energy level, then it is called as fun series. ഇതിൻ്റെ പേര് PFUND ആണ്, പഫൺ എന്ന് വായിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് as fun series and it is also seen in far infrared. അപ്പോൾ the last 3 lines we can see in IR region, നമ്മുടെ ഇൻഫ്രാറെഡ് റീജിയനിലാണ് ലാസ്റ്റ് 3 സീരീസിനെയും. ഫസ്റ്റ് ലൈമൻ നമുക്ക് അൾട്രാവയലറ്റ് റീജിയനിലും ബാമർ സീരീസ് സീൻ ഇൻ വിസിബിൾ റീജിയൻ. അപ്പോൾ ഈ സ്പെക്ട്രൽ ലൈൻസിനെ പറ്റി പഠിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ദർ ആർ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഉണ്ട്. അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഫ്രം എ ഹയർ എനർജി ലെവൽ കം ബാക്സ് ടു ഇറ്റ്സ് ഒന്നെങ്കിൽ അത് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും, അല്ലെങ്കിൽ വേറെ ലെവലിലേക്ക് വരും. അതിനെ ബേസ് ചെയ്തിട്ട് സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കിട്ടി. അതിനെ പറ്റി പഠിച്ചപ്പോഴാണ് ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫൺ സീരീസിനെ പറ്റി നമുക്ക് മനസ്സിലായത്. ക്ലിയർ ആയോ? നല്ലോണം മനസ്സിലായോ? അപ്പോൾ ഇതാണ് കുറേ റേഡിയേഷൻസ് അല്ലേ. ഈ റേഡിയേഷൻസിനൊക്കെ ഓരോ വേവ് ലെങ്ത് ഉണ്ട്, വേവ് നമ്പർ ഉണ്ട്. ഈ റേഡിയേഷൻസിനൊക്കെ ഓരോ വേവ് ലെങ്ത്തും ഉണ്ട്, ഓരോ വേവ് നമ്പറും ഉണ്ട്. അങ്ങനെ ഈ ഒരു റേഡിയേഷൻസിൻ്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുലയുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം ദീസ് സെക്ഷൻ. സോ പ്ലീസ് I just will tell that by heart that formula, very important. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. അതിലുള്ളത് എന്തായാലും ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഈവൻ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നീറ്റിനൊക്കെ പഠിക്കുന്നവർക്ക് ആ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താണ് ഞാൻ പറഞ്ഞത്? ഈ വരുന്ന റേഡിയേഷൻസിൻ്റെ വേവ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. ഈ വരുന്ന റേഡിയേഷൻസിന് ഒരു വേവ് ലെങ്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വേവ് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. എന്താ നോക്കാം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് വെൻ ദീസ് റേഡിയേഷൻ, നമുക്കറിയാം കുറേ റേഡിയേഷൻസ്, കുറേ സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ എമിഷൻ സ്പെക്ട്രത്തിൽ. അപ്പോൾ ആ ഒരു റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ വേവ് നമ്പർ നമുക്കറിയാം. റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് ഇസ് വേവ് നമ്പർ 1/λ, അല്ലെങ്കിൽ വേവ് നമ്പർ ഇസ് ഈക്വൽ ടു RH into 1/n1 square minus 1/n2 square. This formula was given by Rydberg in order to calculate the wave number or wavelength of these spectral lines. These spectral lines in the wavelength അല്ലെങ്കിൽ wave number കണ്ടുപിടിക്കാൻ Rydberg തന്നൊരു ഫോർമുലയാണ്. That is 1/λ. അതുതന്നെയാണ് എന്ത്? reciprocal of wavelength is wave number. Nu bar is equal to RH എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് വാല്യൂസ് നമ്മൾ ഈ മോളിൻ്റെ ഒക്കെ വാല്യൂ പഠിക്കണ പോലെ ദിസ് ഇസ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഫോർ ഹൈഡ്രജൻ ആറ്റം. കാരണം ഈ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഓരോ എലിമെൻറ്റ്സിനും വേരി ചെയ്യും. സോ ദിസ് ഇസ് ദ വാല്യൂ ഫോർ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഫോർ ഹൈഡ്രജൻ ആറ്റം. ദാറ്റ് ഇസ് 109677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ന്യൂ ബാർ വേവ് നമ്പർ ഓഫ് ദ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് ഈക്വൽ ടു RH into 1/n1 square minus 1/n2 square, where always n1 is n2 is greater than n1. അത് എപ്പോഴും മനസ്സിൽ വേണം. n2 ആയിരിക്കും n1നെക്കാട്ടും ഗ്രേറ്റർ. ഇനി അത് എങ്ങനെയാണെന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നമ്മൾ ലൈമൻ സീരീസ് പറഞ്ഞു. ലൈമൻ സീരീസിൽ നമുക്കറിയാം the electrons will be jumping from higher energy, that is n2, n3, n4.
അപ്പം ലൈമൻ സീരീസിൽ N1 എപ്പോഴും 1 ആയിരിക്കും, ബിക്കോസ് ലൈമൻ എന്താ N is equal to 1 ആണ്. ലൈമൻ സീരീസിൽ ദിസ് N1 വിൽ ഓൾവേസ് ബി 1 ആൻഡ് അതർ വാല്യൂസ് ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയാം 2, 3, 4, 5. മനസ്സിലാവുന്നുണ്ടോ? ഫോർ ലൈമൻ സീരീസ് N1 is equal to 1, N2 can be 2, 3, 4, 5. ഇനി ബാമർ സീരീസിലോ N1 is equal to always 2. N1 എപ്പോഴും 2 ആയിരിക്കും. ഇത് എവിടേക്കാണ് ജമ്പ് ചെയ്യുന്നത്? N2 എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ജമ്പ് ചെയ്യുന്നത്? അപ്പം നമ്മൾ ബാമറിലേക്ക് നമുക്കറിയാം എപ്പോഴും എല്ലാ ആറ്റംസും ഹയർ എനർജിന്ന് സെക്കൻഡ് ഷെല്ലിലേക്ക്. സോ N1 is equal to 2, N2 can be 3, 4, 5, 6, etc. etc. ഇനി പാഷൻ സീരീസിൽ N1 is equal to 3, N2 can be 4, 5, 6, 7. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫൺ സീരീസിൽ ബ്രാക്കറ്റ് സീരീസിൽ N1 is equal to 4, ഫൺ സീരീസ് N1 is equal to 5. അപ്പം എപ്പോഴും ഒരാൾക്ക് ജമ്പ് ചെയ്യാൻ പറ്റിയ മുകളിൽ താഴേക്കല്ലേ ജമ്പ് ചെയ്യുക, ഇലക്ട്രോൺസ് ഡീഎക്സൈറ്റ് ചെയ്യുക. അപ്പം N1 is equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N2 എപ്പോഴും 2, 3, 4, 5, 6 ആവാം. N1 is equal to 2. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണം N1 is equal to 2 എന്നാൽ അത് ബാമർ സീരീസ് ആണെന്നുള്ളത്. ഇത്രയും കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്താണ് ഹൈഡ്രോജൻ സ്പെക്ട്രം, എങ്ങനെയാണ് ഹൈഡ്രോജൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുറേ സീരീസ് ഓഫ് ലൈൻസ് കണ്ടു. ആ ലൈൻസിനൊക്കെ നമ്മൾ പേര് കൊടുത്തു. ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ സീരീസ് കൊടുത്തു. പിന്നെ നമ്മൾ അവരെ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയും പറഞ്ഞു. ദാറ്റ് ഈസ് 1/λ is equal to ന്യൂ ബാർ. അപ്പോൾ നിങ്ങളോട് വേവ് ലെങ്ത് പറഞ്ഞാൽ ന്യൂ ബാർ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ഫോർമുല വേണം. സോ RH into 1/n1² minus 1/n2². RH എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് 109677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. പിന്നെ ദിസ് ഇസ് ദ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഫോർ ഹൈഡ്രോജൻ ആറ്റം. 1 മാർക്ക് ബ്രാക്കറ്റിൽ ചോദിക്കാം ദ വാല്യൂ ഫോർ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്. നിങ്ങൾ പഠിച്ചിരിക്കണം 109677. ഇത്രയും കാര്യം നന്നായി മനസ്സിലായോ? നന്നായി പഠിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ +1 ജോയിൻ ചെയ്തവർ വിചാരിക്കരുത് സമയമുണ്ട്. ഒരു സമയവും ഇല്ല, സത്യം പറഞ്ഞാൽ ഒരു സമയവും ഇല്ല. ആ ടെക്സ്റ്റ് തുറന്ന് നോക്കുക. നിങ്ങൾക്ക് ഇത് മാത്രമല്ല പഠിക്കുക, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയില്ല എപ്പം മാറും, എപ്പം സ്കൂളിൽ പോകാൻ പറ്റും. അപ്പം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഇങ്ങനെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വിക്ടേഴ്സിൽ അല്ലെങ്കിൽ ഇതേപോലെ യൂട്യൂബ് ക്ലാസ്സസാണ്. അപ്പോൾ പിന്നെ കാണാം, പിന്നെ പഠിക്കും, അങ്ങനെ ഒരിക്കലും വെക്കരുത്, ലാസ്റ്റ് ബേർഡൻ ആകും. അപ്പം അതുകൊണ്ട് നന്നായി പഠിക്കാം. നമ്മുടെ ലൈഫാണ് ഇത്. ഈ സിറ്റുവേഷനൊക്കെ എന്തായാലും മാറും. അപ്പം നമുക്ക് ഹയർ സ്റ്റഡീസിന് മാർക്ക് വേണം. അല്ലാതെ കോവിഡ് ആയതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചു എനിക്ക് മാർക്കില്ല എന്ന് പറഞ്ഞാൽ ആരും സീറ്റൊന്നും തരത്തില്ല. അപ്പോൾ നിങ്ങളുടെ പാട്ട് നന്നായി ക്ലിയർ ചെയ്യുക. എല്ലാം മാറുമ്പം നമുക്ക് ഹാപ്പി ആയിട്ട് ക്ലാസ്സിൽ പോകാം, ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഹാപ്പി. നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു എക്സാമും നമ്മൾ ഒഴിവാക്കണില്ല. എല്ലാ എക്സാമും അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ ടൈമുണ്ട്, നിങ്ങൾക്ക് എല്ലാ മീഡിയംസും അവൈലബിൾ ആക്കി തരുന്നുണ്ട്. ഇപ്പം വിക്ടേഴ്സിലാണെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും. അപ്പം നിങ്ങളുടെ കാര്യം നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യമൊക്കെ സംശയമായിട്ട് കമൻസിൽ ഇട്ടോളൂ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.